ദേ വെളച്ചില് പറഞ്ഞാണല്ലോ അടിച്ചിലെ ചെവിക്കല്ലിയാൻ പൊട്ടിക്കും. കഷ്ടപ്പെട്ട് ഉണ്ടായിക്കൊണ്ട് വന്ന് വയറ് നിറച്ച് തിന്നാൻ തരുന്നതും പോരാഞ്ഞിട്ട് എന്റെ മേക്കിട്ട് കയറുന്നു. എന്താണ് ഈ മെക്കിട്ട് കയറിയോ? മര്യാദക്ക് ഇരുന്നിട്ടുണ്ടല്ലോ, ശരിയാക്കി കളയും ഞാൻ. നീ എന്താ പണിയാടി ഇവിടെ? എടി എനിക്ക് 1000 രൂപ വേണം. ഒരുങ്ങിക്കെട്ടി ഇപ്പൊ എങ്ങോട്ടാ? എന്തും ഇപ്പൊ 1000 രൂപയുടെ ആവശ്യം? ഞാൻ പുറത്തോടൊന്ന് പോവാ, എന്റെ മൊബൈൽ ചാർജ് ചെയ്യണം, പിന്നെ വണ്ടിക്ക് പെട്രോൾ അടിക്കണം. പെട്രോൾ വണ്ടിക്ക് അടിക്കാനാണോ നിങ്ങൾക്ക് അടിക്കാനാണോ? എടി കാശ് ചോദിച്ചാൽ തന്നോണം, നീ കൂടുതൽ വിചാരണയ്ക്കൊന്നും നിൽക്കണ്ട. എടി ഇത് ചോദിക്കുന്ന ഓരോ ആവശ്യങ്ങൾക്കാ, അല്ലാതെ നിന്റെ പറയിപ്പിക്കലെന്നെ കൊണ്ട്. എന്റെ കയ്യിലൊന്നും ഇല്ല. തൊഴിലുറപ്പിന് പോയി കിട്ടുന്നത് തികയാത്തത് കൊണ്ടാണ് ഇപ്പൊ വീട്ടുജോലിക്ക് പോയി തുടങ്ങിയത്. അതുകൊണ്ട് വേണ്ട ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കാൻ. അപ്പൊ കാശ് നിനക്ക് വയ്യല്ലേ? ശരിയാക്കി തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പണിക്ക് പോയാൽ നിങ്ങളുടെ കാര്യമെങ്കിലും നടക്കത്തില്ലേ? എടി എനിക്ക് ജോലിക്ക് പോയാൽ തല ഇറങ്ങി വീഴുമെന്നുള്ളത് കൊണ്ടല്ലേ ഞാൻ ജോലിക്ക് പോകാത്തത്, അല്ലാതെ ഞാൻ മടിച്ചിരിക്കുകയാണെന്നാണോ നിന്റെ വിചാരം? നിങ്ങൾ ഇതുവരെ ഒരു ജോലിയും ചെയ്ത് തല ഇറങ്ങി വീഴുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ തല ഇറങ്ങി വീഴുന്നത് കാണാണോ നിന്റെ ആഗ്രഹം? ഇല്ലയോ? അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? അവനവനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ജോലികൾ ചെയ്താൽ നമ്മുടെ കാര്യങ്ങൾ നന്നായി പോകത്തില്ലേ? എടി ഭർത്താവിനോട് കുറച്ച് സ്നേഹം വേണം. എടി വയ്യാത്ത ഒരാളെ പണിക്ക് പോകാൻ നിനക്ക് മനസ്സ് വരുന്നല്ലോ, കഷ്ടം. ദേ എനിക്ക് ഇങ്ങനെ ഓരോന്ന് ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. എന്റെ ഇലോട്ട് പൈസ ഇല്ല. നിന്റെ എന്നാ പിന്നെ കാണുന്നത്? ആഹാ നീ വന്നോ? നിങ്ങൾ ഇതുവരെ ഇവിടെ എണീറ്റില്ലയോ? ഞാൻ രാവിലെ പോയപ്പോ ഇവിടെ ഇരുന്നതാണല്ലോ. പിന്നെ എഴുന്നേക്കാതാണോ പിന്നെ കുളിക്കുകയും ഡ്രസ്സ് മാറുകയൊക്കെ ചെയ്തത്? നിങ്ങൾ ചായ ഇട്ട് കുടിച്ചായിരുന്നോ? ഓ ഞാനൊന്നും ചായ ഒന്നും ഇട്ടില്ല. നീ അങ്ങോട്ട് കയറി ചായ ഇട്ടിങ്ങതാ. ഷോ ഈ ബെഡൊക്കെ നിങ്ങൾ എന്തോ കാണിച്ചു വെച്ചേക്കുവാ. അതിനിപ്പോ എന്താ പറ്റി? ഞാൻ ആ ഡ്രൈവിംഗ് ലൈസൻസ് ഒന്ന് നോക്കിയതാ. പിന്നെ ബെഡിന്റെ കീഴിലല്ലയോ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചേക്കുന്നത്? എടി അലമാരി നോക്കിയിട്ട് കണ്ടില്ല, അതുകൊണ്ടാ ബെഡിന്റെ കീഴിൽ നോക്കിയത്. എന്തോ ഇപ്പൊ ലൈസൻസിന്റെ ഇത്ര ആവശ്യം? എടി എന്റെ ബൈക്കിന്റെ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് 2 വർഷമായി. ഇനി അടുത്ത ടെസ്റ്റിംഗുള്ള സമയം ഇപ്പോൾ ഉടനെയാകും. വണ്ടി 15-നായി. ഇനിയിപ്പോ ഒരുപാട് പൈസ മുടക്കേണ്ടി വരും. അതിനിപ്പോ എന്തുവാ? അതെ, ആ വണ്ടി ഒന്ന് മാറി വാങ്ങണം. നിങ്ങൾക്ക് മാറരുതോ? അതിന് ഞാൻ എന്തോ വേണം? എടി മാറി വാങ്ങുമ്പോ കുറെ കാശും കൂടി കൊടുക്കണ്ടായോ? അതുകൊണ്ടില്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. ഇല്ലെങ്കിൽ നിന്നോട് പറയേണ്ട കാര്യം എനിക്ക് അങ്ങ് പോയി വാങ്ങിച്ചാ പോരായോ? എന്റെ കയ്യിലൊന്നും പൈസയൊന്നുമില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ചെറുക്കന്റെ ഈ വർഷത്തെ ഫീസ് കൊടുത്തിട്ടില്ല. അന്നേരമാ നിങ്ങളുടെ ഒരു കുണ്ടി വാങ്ങിയത്. അതൊന്നും എനിക്കറിയണ്ട. ഒരാഴ്ചക്കകം വണ്ടി മാറി വാങ്ങാനുള്ള പൈസ നിലവിലുണ്ടല്ലോ, നീ വിവരം അറിയും. നിങ്ങൾ കൂടെ വിവരം അറിയും എന്ന് പറയുന്നുണ്ടല്ലോ. എന്ത് വിവരം അറിയാനാ? 10ന്റെ പൈസ ഞാൻ തരത്തില്ല. നിങ്ങളെ വേണമെങ്കിൽ പോയി ഉണ്ടാക്കാൻ നോക്ക്. മാറില്ല അങ്ങോട്ട്. തല ഇറങ്ങി വീണാലേ ഞാൻ ചികിത്സിച്ചോളാം. ദേ വെളച്ചില് പറഞ്ഞാണല്ലോ അടിച്ചിലെ ചെവിക്കല്ലിയാൻ പൊട്ടിക്കും. കഷ്ടപ്പെട്ട് ഉണ്ടായിക്കൊണ്ട് വന്ന് വയറ് നിറച്ച് തിന്നാൻ തരുന്നതും പോരാഞ്ഞിട്ട് എന്റെ മേക്കിട്ട് കയറുന്നു. എന്താണ് ഈ മെക്കിട്ട് കയറിയോ? മര്യാദക്ക് ഇരുന്നിട്ടുണ്ടല്ലോ, ശരിയാക്കി കളയും ഞാൻ. എന്തോ മതി ആരോഗ്യമോ? ഈ ഒരു ആരോഗ്യം മതിയല്ലോ നിങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിക്കാന്. നിനക്കെന്നെ ശരിക്കും അറിയത്തില്ല. അതെങ്ങനെ മടിച്ചിരുന്ന് തിന്ന് പഠിച്ചു പോയി. വിയർപ്പിന്റെ അസുഖമുള്ളവനെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. വേണ്ടാന്ന് വെക്കുന്നതിന് ഇപ്പൊ ഉപദ്രവം കൂടെ തുടങ്ങി. എന്തായിരുന്നു തിന്നുന്നതിന്റെ അഹങ്കാരമാ. എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിക്ക്. ഞാൻ എന്റെ കാര്യത്തിന് പോവാ. പോടി എവിടെങ്കിലും പോ. നീ ഈ വഴക്കുണ്ടാക്കി പോകുന്ന വീഡിയോ മുഴുവൻ ഞാൻ എടുത്തു സോഷ്യൽ മീഡിയയിലൂടെ ഇട്ട് നിന്നെ നാറ്റിക്കോടി. നിങ്ങൾ വീഡിയോ എടുത്ത് എവിടെ വേണമെങ്കിലും ഇവിടെ. നിങ്ങൾ നാറ്റിച്ചാൽ എനിക്ക് പഴമാ. നീ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ ഇവിടെ ഒരു പുല്ല് സംഭവിക്കാനില്ലടി. ദേ ഇനി പടി ചവിട്ടി നിന്റെ കാലി ഞാൻ തല്ലി ഓടിക്കും. ആരിനി ഇങ്ങോട്ട് വരുന്നു? ഞാനിവിടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീടായത്. എന്നാലും വേണ്ടൂല, നിങ്ങളങ്ങ് പുറത്തോ. ഇവിടെയൊക്കെ വിചാരം ഇവിടൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കത്തില്ലെന്നാ. ഇതൊക്കെ എവിടെ വെച്ചേക്കാന്ന് അറിയത്തില്ല.
അറിയത്തില്ല എനിക്ക്. ഓ, 2 ദിവസമായി അങ്ങേര് വല്ലതും കഴിച്ചോന്ന് പോലും അറിയത്തില്ല. അതെങ്ങനാ എന്തെങ്കിലും ഉണ്ടാക്കാനോട്ട് അറിയത്തുമില്ല. എവിടൊക്കെയാ സാധനങ്ങൾ ഇരിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഓ, അല്ലെങ്കിൽ വേണ്ട, അഹങ്കാരം കുറച്ചൊന്ന് കുറയട്ടെ. ദൈവമേ, ആരും അവിടെ ഇല്ലല്ലോ. ആഹാരം ഒന്നും കഴിക്കാതെ തലകറങ്ങി വീണാൽ ആരും അറിയത്തു പോലുമില്ല. എന്തായാലും ഒന്ന് വിളിച്ചേക്കാം. അയ്യോ, ദേ വിളിക്കുന്നു. ഹലോ, ആടി, നീ എവിടെയാ? ഞാനെന്റെ വീട്ടില്. നിങ്ങളുടെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ? എടി, നീ പോയെന്ന് നീ വെച്ചിട്ട് പോയ ആഹാരം ഞാൻ കഴിച്ചതാ. പിന്നെ ഞാനൊന്നും കഴിച്ചിട്ടില്ല. എനിക്കങ്ങ് തീരെ വയ്യ. ഷോ, നിങ്ങൾ ഇതുവരെ ഒന്നും കഴിച്ചില്ലയോ? ഇല്ലടി, ഞാൻ ഒന്നും കഴിച്ചില്ല. നിനക്കിങ്ങ് വരാമോ? എനിക്ക് ആകെ 2 കാലേ ഉള്ളൂ. തല്ലി ഒടിക്കുമോ? എടി, ഞാൻ അന്നത്തെ ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞു വെച്ച് നീ അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കുവാണോ? പുറത്തു നിന്നെങ്കിലും കഴിക്കാണെങ്കിൽ എൻ്റെ ഈ പൈസ ഇല്ല. ഇനി ഞാൻ ആഹാരം കഴിക്കാതിരുന്നാൽ ചത്തുപോകും. ഞാൻ പെട്ടെന്ന് വരാം. നിങ്ങളൊരു കാര്യം ചെയ്യുക, അടുക്കളയിലെ അലമാരിയുടെ മുകളിൽ ഒരു കവറിനകത്ത് ഏത്തപ്പഴം വെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം എടുത്ത് കഴിക്കുക. അപ്പോഴത്തേനും ഞാനങ്ങ് വരാം. ശരിയടി. നീ വന്നോ? വലിയ വീരവാദം മുഴക്കിയിട്ട് ഒരു നേരത്തെ ആഹാരം പോലും ഉണ്ടാക്കി കഴിക്കാൻ വയ്യായിരുന്നല്ലയോ? എടി, നീ വെച്ചേക്കുന്ന സാധനങ്ങൾ അടുക്കള എവിടൊക്കെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടുവൊന്നുമില്ല. ഒരു 5 മിനിറ്റ് നിങ്ങൾ അവിടെ ഇരിക്കേ, ഞാൻ പെട്ടെന്ന് ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് തരാം. ഞാൻ ഇനി മുതൽ എവിടെങ്കിലും ജോലിക്ക് പോക്കോളാം. നീ എന്നെ ഇട്ടച്ചെങ്ങും പോകരുതേ. ഞാൻ ഇനി എങ്ങും പോകത്തില്ല. നിങ്ങളും കൂടെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യമെങ്കിലും നടക്കത്തില്ലേ? ഞാൻ അതുകൊണ്ടല്ലേ ജോലിക്ക് പോകാൻ പറഞ്ഞത്. വിഷമിക്കണ്ട, നിങ്ങൾ അവിടെ ഇരിക്കും. ഞാൻ പെട്ടെന്ന് ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് തരാം. ശരി. സ്വന്തം ഭാര്യയെ ജോലിക്ക് വിട്ടിട്ട് തിന്നു കുടിച്ച് മതിച്ച് നടക്കുന്ന ഭർത്താക്കന്മാർ വീണ്ടും ആ ഭാര്യയെ ഉപദ്രവിക്കുന്നത് കൂടി കാണുന്ന ഒരു അവസ്ഥയുണ്ട്. ലജ്ജാകരം തന്നെ. പെണ്ണിനെ സംരക്ഷിക്കാൻ കഴിവില്ലാത്തവൻ കൂടെ കൂട്ടാൻ പാടില്ല. ഭാര്യ കൂടെയുള്ളപ്പോൾ അതിൻ്റെ വിലയറിയില്ല. ഒരു ദിവസം ഇല്ലാതാകുമ്പോൾ മനസ്സിലാകും എന്താണ് ഭാര്യയെന്ന്. ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ തൻ്റെ ഭാര്യയെ സംരക്ഷിക്കേണ്ടത് തൻ്റെ കടമയാണ് എന്ന് തീരുമാനിക്കുക. കഷ്ടപ്പെടുക, കാശുണ്ടാക്കുക, പരസ്പര വിശ്വാസത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ.